കൊച്ചി നഗരസഭയുടെ 63-ാം ഡിവിഷൻ നമ്പ്യാപുരത്തിന്റെ UDF സാരഥിയായി മത്സരിക്കുന്ന ഷീജ പടിപ്പുരക്കൽ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ നേതാവായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷീജ, നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇലക്ഷൻ പ്രചരണം? നല്ല പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. കാരണം എല്ലാവർക്കും ഒരുപാട് പരാതികളാണുള്ളത്. അത് ഈ ഡിവിഷനിലെ കല്ലുച്ചിറയിലെ പല ഭാഗത്തും, കല്ലുച്ചിറയിലേക്ക് പോയാലും കാട്ടുമലയിലേക്ക് പോയാലും തറയ ഭാഗത്തേക്ക് പോയാലും എല്ലായിടത്തും എല്ലാവർക്കും പരാതികൾ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ നമ്മുടെ ഡിവിഷന്റെ സമഗ്ര വികസനത്തോടൊപ്പം നമ്മുടെ ഡിവിഷനിൽ ഒരുപാട് വൈകായികയുള്ളവർ, അച്ഛനും അമ്മമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വികസനം, നമ്മുടെ ഡിവിഷന്റെ വികസനം എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അതുപോലെ തന്നെ കൊച്ചിയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കൊച്ചിയിൽ ഉൾപ്പെടുന്ന 63-ാം ഡിവിഷനും വളരെയധികം ബുദ്ധിമുട്ടോടെ കൂടി അഭിമുഖീകരിക്കുകയാണ്. കാരണം ഓടി നടന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് അവർ വെള്ളത്തിന്റെ വാട്ടർ കണക്ഷൻ ഇട്ട് കൊടുത്തത്. പക്ഷേ വാട്ടർ കണക്ഷന് അവർ വെള്ളം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എല്ലാ മാസവും അവർക്ക് ബില്ലുകൾ വരുന്നുണ്ട്. അപ്പോൾ കുടുംബ ബഡ്ജറ്റിനെ തന്നെ താറുമാറാക്കുന്ന രീതിയിലാണ് വീട്ടമ്മമാർ എന്നോട് പ്രതികരിച്ചത്. അവർ എന്നോട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതുപോലെ വീട്ടുജോലി എടുത്ത് കുടുംബം പുലർത്തുന്നവരുണ്ട് നമ്മുടെ ഡിവിഷനിൽ. ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളോട് അവർ മനസ്സ് തുറക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷൻ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം വെള്ളക്കെട്ട്. ശാശ്വതമായ പരിഹാരം അതിന് കണ്ടെത്തണം. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് നിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഷീജ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. പ്രസ്ഥാനം ഷീജയെ ഇത്തരത്തിലെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ എന്തായിരുന്നു അത്തരത്തിലെ ഒരു ദൗത്യത്തിലേക്ക്, ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥിയായി വരുവാനുള്ള കാരണം? ഞാനിപ്പോൾ 23-ാമത്തെ വർഷമാണ് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. ആ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ എഴുത്ത് മേഖലകളിലുണ്ട്. അതിപ്പോൾ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. 5-ാമത്തെ പുസ്തകം തയ്യാറെടുപ്പായിട്ട് നിൽക്കുകയാണ്. അതുപോലെ സാഹിത്യകാരി കൂടെയാണ് ഷീജ. എഴുത്തുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോഴും അവർ എന്നിലുള്ള വിശ്വാസമാണിത്. അതുപോലെ ഒരുപാട് സംഘടനകളിൽ, സാംസ്കാരിക സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനിവിടെ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇവിടെ കോവിഡ്, നമ്മുടെ ഈ ഡിവിഷൻ ട്രിപ്പിൾ ലോക്ക്ഡൗൺ, അതായത് 38 ദിവസമാണ് നമ്മുടെ ഡിവിഷൻ ലോക്ക്ഡൗൺ ആയിപ്പോയത്. ആ സമയത്ത് നമ്മുടെ ഇവിടെ വൈകായികയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെട്ടത് കൊണ്ടുകൂടിയാണ് എൻ്റെ പ്രസ്ഥാനം എന്നെ വിശ്വസിച്ച് ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എഴുത്തിന്റെ മേഖലയിൽ അത് ഏതെല്ലാം പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്? അതായത് ആദ്യ പുസ്തകം ആത്മാംശങ്ങൾ. അതിൽ ആദ്യത്തെ കവിത കാവിന്റെ തേങ്ങലാണ്. കാവുകൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ എഴുതിയതാണ്. അതിന് കടമനിട്ട പുരസ്കാരം ഗവൺമെന്റ് അംഗീകൃത ജ്വാലയായ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് ലഭിച്ചു. അതുപോലെ തന്നെ കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ ജൂറി അവാർഡ് ലഭിച്ചു. അതുപോലെ ഞങ്ങളുടെ ഇന്ത്യ ബുക്ക് ഓഫ് അവാർഡ്, അതുപോലെ കേരള ബുക്ക് ഓഫ് അവാർഡ്, അത് മിനി എഴുത്തിനാണ്. അതുപോലെ കവിത ചൊല്ലല്, അങ്ങനെ ഒത്തിരി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഭാരത് സേവക് സമാജ് അവാർഡ് ലഭിച്ചു. അങ്ങനെ ഒത്തിരി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 4 പുസ്തകം എന്ന് പറഞ്ഞാൽ ആദ്യ പുസ്തകം 51 കവിതകളാണ്, ആത്മാംശങ്ങൾ. 2-ാമത്തെ പുസ്തകം എഴുതിയത് ഗുൽമോഹറിന്റെ പുനർജനി, 201 കവിതകൾ. പിന്നെ 3-ാമത്തെ പുസ്തകം 131 കവിതകൾ. 4-ാമത്തെ പുസ്തകം 10 കഥ. പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിയാസ് അവർകളും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുനീല സിബിയും കൂടിയാണ് ആ പുസ്തകത്തിന്റെ. അതുപോലെ ഡോക്ടർ ജോയ് സാർ, സാമൂഹ്യ സാഹിത്യ പരിഷത്തിന്റെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹവും കൂടിയാണ് രാജം ടീച്ചർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. സാംസ്കാരിക മേഖലകളിലും അതുപോലെ തന്നെ എഴുത്തിന്റെ മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം തന്നത്. നമ്മുടെ ഡിവിഷനെ സംബന്ധിച്ച് പൊതുവായിട്ട് ഡിവിഷന്റെ വികസന കാര്യങ്ങളിൽ ഒക്കെ നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അതായത് നമ്മുടെ ഡിവിഷൻ 5 വർഷം മുൻപ് എവിടെയാണോ നിന്നത്, ആ അതേ 5 വർഷത്തിൽ നിന്ന് എനിക്ക് തിരിച്ചെന്റെ ഡിവിഷനെ കൊണ്ടുവരണം. അതിൽ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
കാരണം നമ്മുടെ ഡിവിഷൻ അഭിമുഖീകരിക്കുന്ന ആ കൊതുകിന്റെ പ്രശ്നം, അത് കൊച്ചിയിലെ നമ്പർ 1 ആയിരിക്കുന്ന ആ കൊതുകിന്റെ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം നമ്മളൊക്കെ ചെറുതിലേ കണ്ടിട്ടുണ്ട്. അവരുടെ യൂണിഫോമിൽ വന്നിട്ട് കൊതുകിന്റെ എന്താ പറയാ, കൊതുകിനെ തുരത്തുന്ന ആ പരിപാടി. പക്ഷെ അതൊന്നും അവരെ ഒന്നും കാണാനേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോ. അതുപോലെ തന്നെ നമ്മുടെ തെരുവ് വിളക്കുകൾ കത്താത്ത എത്രയോ വീടുകളിലാണ് ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് മാത്രമല്ല ഗൃഹസമ്പർക്ക പരിപാടിയായിട്ട് ചെന്നപ്പോഴും അവർ പറയുന്ന പരാതികൾ കാണുമ്പോൾ അവരുടെ, അതുപോലെ ഞങ്ങൾ വഴികളിലൂടെ ചെല്ലുമ്പോൾ ടോർച്ച് അടിച്ചു പിടിച്ചിട്ടാണ്, നമ്മുടെ ഫോണിലുള്ള ടോർച്ച് പിടിച്ചിട്ടാണ് ഞങ്ങൾ നേരെ ചെല്ലുന്നത്. ആ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് നേരിട്ടു. പക്ഷെ അതിലൂടെ നിരന്തരം നടക്കുന്ന ജനങ്ങളുടെ അവസ്ഥ, അപ്പോൾ അതിനൊരു പരിഹാരം, അതുപോലെ തന്നെ വെള്ളക്കെട്ടിന് യാതൊരുവിധ പരിഹാരവും ഈ ഡിവിഷനിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വെള്ളത്തിന്റെ വാട്ടർ ബില്ലുകൾ വരുന്നുണ്ട്, വാട്ടർ കണക്ഷൻ ഉണ്ട്, പക്ഷേ വെള്ളം നേരത്തിന് കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ ഒത്തിരി ഒട്ടനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഡിവിഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഒരു 5 വർഷം മുൻപ് ഡിവിഷൻ എവിടെയായിരുന്നോ ആ ഡിവിഷനെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ ഡിവിഷനെ സ്മാർട്ട് ഡിവിഷൻ ആക്കുന്നതോടൊപ്പം ഈ ഡിവിഷനിലുള്ള ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ മരുന്നിനെങ്കിലും അവരെയും കൂടി ചേർത്ത് പിടിച്ച് അവർക്ക് ഭക്ഷണം, മരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഷീജ പടിപ്പുരക്കൽ നമ്മൾ അറിയപ്പെടുന്ന ഒരാളാണ്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. ജനങ്ങളൊക്കെ ഉള്ള നല്ല ഇതാണ് ചെയ്യുക, ജയിക്കുന്നുള്ള ഉറപ്പ്. എന്ത് കാര്യത്തിനും ആള് മുന്നിലുണ്ടാവും, അത് യാതൊരു സംശയം. എനിക്ക് അവർ നൽകുന്ന വോട്ടിനെ അവരൊരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. കാരണം അവർ വോട്ട് ചെയ്തതിനെ വിജയിപ്പിക്കുമ്പോൾ ഞാൻ അവരുടെ ജോലിക്കാരിയായി മാറുവാണ്, അല്ലേ? അതാണ് സത്യം. അവരുടെ ജോലിക്കാരിയായി ഞാൻ മാറുവാണ്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കും. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത് വിജയിച്ചു കഴിയുമ്പോൾ പലരും കൂടെ വോട്ട് ചെയ്തവരെയും സമൂഹത്തെയും എല്ലാം മറന്നു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ മരണമെന്ന യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളണം. ഏത് നിമിഷവും സർവ്വശക്തൻ വിളിച്ചാൽ തിരിച്ചു പോകേണ്ടതാണെന്ന് ഉത്തമ വിശ്വാസമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ ജീവിച്ചിരിക്കുമ്പോഴുള്ള കുറച്ച് ടൈം പീരീഡ്, ആ പീരീഡിനുള്ളിൽ നമുക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റും, അതാണ്. ഈ സാഹിത്യ ലോകത്തുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം ഒരു പ്രചോദനമായി മാറിയത് എന്തായിരുന്നു ഷീജയ്ക്ക്? അതെന്റെ സുഹൃത്തുക്കളും എൻ്റെ ഇപ്പൊ കൂടെയുള്ളവരും, ഒത്തിരി സർവശക്തനെ അനുഗ്രഹിച്ച ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, സുഹൃത്ത് വലയമുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പിന്തുണ തന്നെയാണ് എൻ്റെ എഴുത്തിന്റെ വെളിച്ചം എന്ന് പറയാം. എഴുത്തിന്റെ പാതയിൽ എൻ്റെ വെളിച്ചം അവരുടെ പൂർണ്ണ സപ്പോർട്ടാണ്. വിജയം ആശംസിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കൂടാതെ അവൾ സാഹിത്യകാരിയാണ്. പിന്നെ ഈ വാർഡിന് നല്ല ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമാണ്. വികസനത്തിന്റെ ഒച്ചഴയണ പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ റോഡ്, ഈ 40 ഫീറ്റ് റോഡ് എന്റെ ചെറുപ്രായത്തിൽ കേട്ടതാണ്. ചെറുപ്രായത്തിൽ കുഞ്ഞു കാലിൽ കേൾക്കണേ. ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ. ഒരു അങ്ങേറ്റുമ്പോ ഒരു 20 മീറ്റർ അല്ലെങ്കിൽ ഒരു 100 മീറ്ററിന് താഴെ കുറെ മെറ്റലടിച്ച് എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വികസനം എന്ന്. അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാനായിട്ട് എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഈ മാറി വന്നേക്കുന്ന രാഷ്ട്രീയക്കാർക്ക് സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ എന്തുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം. അതിനകത്ത് ഏറ്റവും വലിയൊരു ദോഷമുണ്ട് കേട്ടോ. ഈ വണ്ടി പാർക്കിങ്ങിന് വേണ്ടി, ഈ റോഡ് പാർക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്നത്. 40 ഫീറ്റർ റോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ യാത്ര ചെയ്യാനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് രണ്ട് വഴി വക്കിലും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു സൗകര്യമില്ല. പാർക്കിങ്ങിന് വളരെ മോശമാണ്. ഈ റോഡ് മുഴുവനും പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറിയേക്കണേ. ഇത് MLA റോഡിന്റെയും 40 ഫീറ്റിന്റെയും വീതി നമ്മൾ വേണ്ട മാതിരി കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത്രയും നല്ല റോഡ് ഈ പരിസരത്ത് ഉണ്ടാവില്ല. പ്രാദേശികമായിട്ടുള്ള ഇലക്ഷൻ ഇതെല്ലാം ഒരു പ്രത്യേക ചർച്ചാ വിഷയമായിട്ട് വരുന്നതും ഏറ്റവും നല്ലതാണ്. ഈ 40 ഫീറ്റ് റോഡിനെ സംബന്ധിച്ച് ഷീജയ്ക്ക് എന്താണ് പറയാനാണ്? തീർച്ചയായിട്ടും ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പാർക്കിംഗ് അത് ഇനിയിപ്പോൾ അത് അനുവദിച്ചിട്ടേക്കുവാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവും.
നല്ലൊരു സ്ഥാനാർത്ഥി ആകട്ടെ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ലൊരു മനസ്സ് കാണിക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു കൗൺസിലറും കൂടെ ആയിട്ട് നമുക്ക് പേടിക്കണ്ടല്ല. എപ്പോഴും ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും. എങ്ങനെയുണ്ട് നമ്മളെ ഇലക്ഷൻ? എങ്ങനെയുണ്ട്? നമ്മുടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് നമ്മുടെ ഷീജ പടിപ്പുരക്കൽ. കാരണം ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം, വികസനങ്ങൾ പലതും ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയാതല്ലാതെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു വ്യക്തതയില്ല. കാരണം റോഡിൻ്റെ അവസ്ഥ, ശോചനീയാവസ്ഥ, വഴിവിളക്ക്, രാത്രി ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾ ഓട്ടോറിക്ഷക്കാർ ദുരിതമനുഭവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന സ്ഥാനാർത്ഥി നല്ലൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. 63-ാം ഡിവിഷനിലേക്ക് ഷീജ പടിപ്പുരക്കലിനെ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അടിപൊളിയായിരിക്കും, എല്ലാം നല്ലോണം ചെയ്യും. പിന്നെ വേറെയുള്ളവരെ പോലെ അല്ലല്ലോ എല്ലാം പ്രവർത്തിക്കുക. ഓൾറെഡി പാർട്ടി എന്ന് പറഞ്ഞിട്ട് കുറെ നാളായിട്ട് നടക്കണേ പുള്ളിക്കാർക്ക് ഒരു സ്ഥാനം കിട്ടണം, അത്രേ ഉള്ളൂ. പാർട്ടിക്കാർക്ക് മാത്രമായതുകൊണ്ടാണോ? രാഷ്ട്രീയക്കാരി മാത്രമല്ല, നല്ലോണം എഴുതും, എല്ലാം ഉണ്ട്. നല്ലോണം എഴുതുകയും ചെയ്യും. അതല്ലാണ്ട് സാമൂഹ്യ പ്രവർത്തനാണേലും കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് എല്ലാവർക്കും കുറെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം ചെയ്യണ ഒരാൾ തന്നെയല്ല, എന്നാലല്ലേ നമുക്ക് കാര്യമുള്ളൂ. വിജയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? വിജയിക്കും 100%. ഒരു കൗൺസിലറായി എത്തുമ്പോൾ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സാമൂഹ്യ മേഖലകളിൽ ഇടപെടലുകൾ നടത്തുവാനായിട്ടാണ് ഷീജ ഉദ്ദേശിക്കുന്നത്? അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിലെ കുട്ടികളെ നമ്മൾ സാമ്പത്തികമായിട്ട് എന്നാലാവും വിധത്തിൽ കുട്ടികളെ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ളതാണ്, പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയെ വളരെയധികം ദുരിതത്തിലാഴ്ത്തുന്ന ഒരു കൊച്ചിയെ അതിൻ്റെ മെയിൻ ഹബ്ബായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് MDMA എന്ന രാസലഹരി. അപ്പോൾ അതിൻ്റെ പിടിയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയും നാടിനെയും ഒക്കെ രക്ഷിക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം എഫേർട്ട് എടുത്ത് ഞാനത് എൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും. ഞാൻ മാത്രമായിരിക്കില്ല, എൻ്റെ കൂടെ ഉള്ള പ്രവർത്തകരുണ്ട്, നമ്മുടെ ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്, 5 ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്. അപ്പം അവരും ഞാനും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കും അതിൻ്റെതായ കൂട്ടായ തീരുമാനത്തിലൂടെയുള്ള ഈ പറയുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്. വേറെ എന്തെല്ലാം വികസനങ്ങളാണ് നമുക്ക് ഇവിടെ നേടിയെടുക്കുവാനായിട്ട്, നമ്മളുടെ ഡിവിഷനെ സംബന്ധിച്ച് നേടിയെടുക്കുവാനായിട്ട്? നമ്മുടെ ഡിവിഷനെ സംബന്ധിച്ച് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ ജിം, അത് മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്, പാർക്ക്, ഓപ്പൺ ജിം, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ മനസ്സിലുള്ള പദ്ധതികളാണ്. അപ്പോൾ അതെല്ലാം മുന്നോട്ട് ആ ലക്ഷ്യത്തിലെത്തിക്കണം എന്നുള്ളതാണ്. പൊതുവിടങ്ങള്, കളിസ്ഥലങ്ങള്, അതാണ് അതും ഇതിൽ പെട്ടതാണ്, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒട്ടുമിക്ക തെരുവ് വിളക്കുകളും കത്തുന്നില്ല എന്നുള്ളത്. 5 വർഷമായിട്ട് കത്താത്ത തെരുവ് വിളക്കുണ്ട്. അതായത് ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ചെറിയ പെൺകുട്ടികളുണ്ട്, വയ്യാത്തവരുണ്ട്, ഞങ്ങൾക്ക് ഈ 9 മണി കഴിഞ്ഞ ഇവിടെ ഇരുട്ടാണ്, ഞങ്ങൾക്ക് കയറി വരാൻ സാധിക്കുന്നില്ല, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം. അപ്പോൾ കള്ളന്മാരുടെ ശല്യമാണ് അവിടെ, അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അതുപോലെ വെള്ളത്തിൻ്റെ പരിഹാരം, വഴികളൊന്നും സ്ലാബൊന്നും നല്ലതല്ല, അപ്പോൾ ഇതെല്ലാം ശരിയാക്കി തരണം. അപ്പോൾ അതോടൊപ്പം ഇതുപോലെയുള്ള വികസന പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടാണ് ഷീജ പടിപ്പുരക്കൽ എന്ന് പറയുന്ന UDFന്റെ സാരഥി ജനവിധി തേടുവാനായിട്ട് വരുന്നത്. സാംസ്കാരിക രംഗത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ, സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തൻ്റെ വിജയത്തിന് മുതൽക്കൂട്ടാകുമെന്നും ഷീജ പടിപ്പുരക്കൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ആ വിശ്വാസത്തോടുകൂടി ഇറങ്ങിച്ചെല്ലുന്ന ഷീജ പടിപ്പുരക്കലിന് വലിയ വിജയം നേടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് Metro 7 ന്യൂസിന്റെ പേരിൽ ആശംസിക്കുകയാണ്. എല്ലാ വിജയാശംസകളും നേരുന്നു. Metro 7 ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ലിജൻ ജെയിംസിനൊപ്പം റെഡ്ജൻ റബല്ലോ.